പത്തനംതിട്ട പുല്ലാട് യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസ്. ഇതുവരെ ശേഖരിച്ച മൊഴികളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. AV ജയശങ്കർ ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ആഭിചാരക്രിയയുടെ ഭാഗം എന്നൊക്കെ കേട്ടു, പിന്നീട് ഈ രശ്മിക്കുള്ള എന്തോ അല്ലാത്ത ബന്ധത്തിലുള്ള അതിന് പ്രശ്നമാണെന്ന് കേട്ടു. മൊത്തത്തിൽ അങ്ങോട്ട് കേൾക്കുമ്പോഴേ എല്ലാ തരത്തിലൊന്നും ചേരുന്നില്ല, മൊത്തത്തിൽ ചേരുമ്പോഴേ ചേരുന്നില്ല. എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വല്ല പിടികിട്ടുന്നുണ്ടോ ജയശങ്കർ? ഗുഡ് മോർണിംഗ് ആഷ്മി, സ്മിത. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനും അടിമുടി ആശയക്കുഴപ്പമാണ്. സംഭവം എന്താണെന്ന് പോലീസിനും ഇതുവരെ വ്യക്തമായിട്ടില്ല. കാരണം ഈ ജയേഷിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന് മുമ്പിൽ പ്രധാന തെളിവായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിനിരയായ ആ 2 യുവാക്കളുടെ മൊഴികളും. അതിനപ്പുറത്തേക്ക് ജയേഷ് ചില കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏറ്റുപറയുകയുണ്ടായി. അതായത് ഈ അക്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഏറ്റുപറഞ്ഞത്. അതിനപ്പുറം ഒരു തരത്തിലുള്ള ഇതിൻ്റെ ഒരു വ്യക്തമായ പിക്ചർ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ജയേഷ് ഈ അന്വേഷണവുമായി സഹകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 പ്രതികളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഉടൻ തന്നെ ഈ മൊഴികൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം പരമാവധി തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും പ്രാഥമികമായി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ജയേഷിൻ്റെ ഭാര്യയ്ക്ക് ഈ യുവാക്കളുമായി അടുപ്പമുണ്ടായിരുന്നു. അത് ജയേഷ് ഒരു ഘട്ടത്തിൽ കണ്ടെത്തുന്നു. അത് വീട്ടിൽ തർക്കമാകുന്നു. പിന്നീട് ഭാര്യയുമായി ഈ വിഷയങ്ങളൊക്കെ സെറ്റിലാകുന്നു. അങ്ങനെ യുവാക്കളെ വിളിച്ചു വരുത്തുന്നു. ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ സന്ദേശം അയച്ച് വിളിച്ചു വരുത്തി ആക്രമിച്ചു. അതാണ് പോലീസ് പ്രാഥമികമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇനി വരും പരിശോധനകൾ വേണം കണ്ടെത്താൻ. എന്തായാലും തിരുവല്ല DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. കോയിപ്പുറം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനോടകം തന്നെ വിപുലമായ രീതിയിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴ സ്വദേശിയുടെ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മുമ്പ് പറഞ്ഞ പോലെ ഈ ആക്രമണത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പോലീസിനോട് വിവരിക്കുകയും ചെയ്തത്. ഇനി എന്തായാലും ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. കാരണം ജയേഷിൻ്റെ മൊബൈൽ ഫോണിലാണ് ഈ റാന്നി സ്വദേശി ഉൾപ്പെടെ സ്റ്റാപ്ലർ അടിക്കുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ളതെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫോൺ പരിശോധിക്കുന്നത് പ്രധാനമാണ്. ഒപ്പം തന്നെ ഭാര്യ രശ്മിയുടെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസ് അയക്കുന്നുണ്ട്. അതിലെ ദൃശ്യങ്ങളാണ് നിലവിൽ പോലീസിൻ്റെ പക്കലുള്ളത്. എന്തായാലും അടിമുടി ദുരൂഹത നിൽക്കുകയാണ്. യഥാർത്ഥ കാരണം ഇതുവരെ എന്തായാലും പുറത്തു വന്നിട്ടില്ല. സത്യവന അതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കാരണങ്ങൾ പറയുമ്പോഴും യഥാർത്ഥ കാരണം എന്താണ് എന്ന കാര്യം ഇപ്പോഴും ആർക്കും പിടികിട്ടും. നേരത്തെ തിരുവനന്തപുരത്ത് സഹോദരന്റെ സഹായത്തോടെ ഒരു അമ്മ സഹോദരൻ കുഞ്ഞിനെ കണ്ടിട്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്ന സഹോദരിക്ക് പങ്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിന്റെ കാരണം ഇപ്പോഴും മോട്ടി പറഞ്ഞുകൂടാ എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ അതിനിടയ്ക്ക് എന്ത് ഉപദ്രവിച്ചപ്പോഴത്തേക്ക് രക്തം വന്നപ്പോഴേക്കും അമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് അലറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പിടുത്തം കിട്ടുന്നില്ല. ആ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് നേരെ വിരിക്കുന്നതില്ലേ തിരുവനന്തപുരം പറയുന്ന പോലെ എന്തോ. അപ്പോൾ എന്തായാലും അത് വ്യക്തമാവട്ടെ, എന്താണ് ആ പീഡനം, അങ്ങനെ ക്രൂരമായ മർദ്ദനത്തിൻ്റെ ഒക്കെ കാരണം എന്താണെന്ന് വ്യക്തമാകട്ടെ. ഇവരുടെ ഫോണുകളിലൊക്കെ ഉള്ളത് വല്ലാത്ത ദൃശ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ. എന്താണ് കാരണം, കൂടുതൽ പേർ അത്തരത്തിൽ ഉപദ്രവിക്കപ്പെട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.